സാഗരമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, ധീരതയുടെ, നിശ്ചയദാർഢ്യത്തിന്റെ അവസാനിക്കാത്ത പോരാട്ട വഴികളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. വാക്കുകളിലും പ്രവൃത്തികളിലും നേരും നെറിയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് പാർട്ടി തന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എഴുത്തുകാരനും പ്രഗത്ഭവാഗ്മിയുമായ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സഖാവ് വടക്കില്ലൻ ഗോവിന്ദൻ നമ്പൂതിരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൻ്റെ അധ്യക്ഷൻ സമാധാനം പുറത്തു അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ചെന്നിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരൻ അംബിക സുരൻ മാങ്ങാട്, അവാർഡ് ജേതാവ് ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, പ്രശസ്തി പത്രം അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കരിവള്ളൂർ രാജൻ, പ്രശസ്തി പത്രം സമർപ്പിക്കുന്ന കുടുംബാംഗം കൂടിയായ ശ്രീ വി ശങ്കരൻ അവർ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള CP സന്തോഷ് കുമാർ, ശ്രീ സുരേഷ് ബാബു ഇളയാവൂർ, വിനോദ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, IV ശിവരാമൻ, ശ്രീ KC തമ്പാൻ മാസ്റ്റർ, ബാബു രാജേന്ദ്രൻ, പത്മനാഭൻ, രേഷ്മ കലാകൻ, പ്രിയപ്പെട്ട വടക്കില്ലത്തിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ, സ്നേഹിതരെ, വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി എന്ന നവൈകം നമ്പൂതിരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷം കഴിയുക. അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ പ്രിയപ്പെട്ട കവി മാധവൻ പുറച്ചേരി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന കൂട്ടത്തിൽ ഒക്ടോബറിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് എന്നത് സൂചിപ്പിച്ചു. ഒക്ടോബറിൽ വടക്കില്ലവും നവംബറിൽ അമ്മയും വ്യത്യസ്ത വർഷങ്ങളിലാണെങ്കിലും വിട്ടുപിരിഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് വടക്കില്ലത്തെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നവൈകം നമ്പൂതിരി എന്ന പേര് ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി പ്രവർത്തകർക്ക് കാണാപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്നും. ആ കൂട്ടത്തിൽ മാധവൻ പുറച്ചേരി എഴുതിയ, അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ അമ്മയുടെ ഓർമ്മ പുസ്തകം ഒരു സന്ദർഭത്തിൽ എനിക്ക് വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. K. ദാമോദരൻ്റെ അനുസ്മരണ യോഗവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് മാധവൻ പുറച്ചേരി എനിക്ക് അതേ എഴുതിയ പുസ്തകം നൽകിയത്. ആലങ്കോട് ലീലാകൃഷ്ണൻ, യുവകലാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോടാണ് അന്ന് മാധവൻ പുറച്ചേരിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇദ്ദേഹം നവൈകം നമ്പൂതിരി എന്ന വടക്കില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി തന്നപ്പോൾ എനിക്ക് വളരെയധികം
സന്തോഷവും അതിനേക്കാളൊക്കെ ഉപരിയായി അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ ഒരു അഭിമാനവും തോന്നുകയുണ്ടായി. മാധവൻ ആ പുസ്തകം രചിക്കുമ്പോൾ ഞാനത് മുഴുവൻ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർത്തൊരു പുസ്തകമാണ്. വളരെ അപൂർവം ചില പുസ്തകങ്ങൾ മാത്രമേ അങ്ങനെ വായിക്കാൻ എനിക്ക് മാത്രമല്ല പലർക്കും കഴിയും. രാവിലെ പുസ്തകം വായിക്കായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഒന്ന് മടക്കി വെച്ചിട്ട് വീണ്ടും പോയിരുന്നു. രാത്രി ഏതാണ്ട് 10:30 മണിയോടുകൂടി ആ പുസ്തകം വായിച്ചു തീർത്തതാണ്. മാധവൻ്റെ കവിതാത്മകമായിട്ടുള്ള രചന അതിലൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നെനിക്ക് തോന്നുകയും ചെയ്തു. ഓരോ വാക്കുകളിൽ കൂടിയും ആ വാക്കുകൾ കോർത്തെടുത്ത വരികളിൽ കൂടിയും കടന്നുപോയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയത് കിളിപ്പാട്ടിൽ കൂടിയാണ്, കിളി കഥ പറയുന്നത് പോലെ. അതുപോലെ മാധവൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് എഴുതിയത് അമ്മയെക്കൊണ്ട് കഥ പറയിപ്പിച്ചുകൊണ്ടാണ്. അമ്മ പറഞ്ഞ കഥകളിൽ കൂടി അച്ഛനെ വിവരിക്കുകയായിരുന്നു മാധവൻ പുറച്ചേരി ആ അമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ കൂടി ചെയ്തു. അച്ഛൻ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ത്യാഗിവര്യനായിരുന്നു എങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി എല്ലാം മറന്ന് ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയായിരുന്നു മാധവൻ്റെ അമ്മ. അവരിൽ കൂടി അച്ഛൻ്റെ കഥ പറഞ്ഞപ്പോൾ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മലബാർ മേഖലയിലെ സാക്കളിൽ നിന്ന്, കാസർഗോഡ് കണ്ണൂർ മേഖലയിൽ നിന്ന് വരുന്ന നിരവധി സാക്കളിൽ നിന്ന് വടക്കിലത്തെ സംബന്ധിച്ച് അറിഞ്ഞതിൽ നിന്നും എത്രയോ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ ഓർക്കുകയാണ്. അല്ലാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം വടക്കില്ലം മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കർഷക പ്രസ്ഥാനത്തിനും എത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും മറക്കാനും മറയ്ക്കാനും കഴിയാത്ത സൂര്യ തേജസ്സാണ് എന്നതിൽ ഒരു സംശയമില്ല. ആർക്കും മറക്കാൻ കഴിയുന്ന, ഒരു ശക്തിക്കും മറയ്ക്കാൻ കഴിയാത്ത സൂര്യ തേജസ്സായിരുന്നു ശ്രീ വടക്കില്ലം ഗോവിന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ നിലയിലായി. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ചെറുപ്പകാലം മുതൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ചെറുതാഴം പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിലെ ഒരു മണ്ഡലത്തിലെ, അന്ന് കോൺഗ്രസ് പ്രസ്ഥാനമല്ലേ ഉള്ളൂ, അതിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കും. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടി ബന്ധപ്പെട്ട് അങ്ങനെ ആകൃഷ്ടനായ അദ്ദേഹം പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമുദായത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. അതിൽ BT ഭട്ടതിരിപ്പാട് തുടങ്ങി വെച്ച നമ്പൂതിരി സമുദായത്തിലെ ചില അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വടക്കേണ്ടത് ആഗ്രഹിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ സമുദായത്തിലെ ചില അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണെങ്കിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും ഹരിജനോദ്ധാരണത്തിലും ഐത്തോച്ചാടനത്തിലും ഖാദി പ്രവർത്തനങ്ങളിലും അതിലൊക്കെയായി വ്യാപരിച്ചു പോയി അവസാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും വളരെ ശക്തനായ നേതാവായി
വളരെ വേഗമാണ് മാറിയത്. എന്നേക്കാൾ അതെല്ലാം നല്ലതുപോലെ അറിയാവുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർഷക പ്രസ്ഥാനത്തിലെ നേതാക്കൾ വിഷ്ണു ഭാരതിയും കെ കേരളീയനും അതുപോലെ തന്നെ KPR ഗോപാലനും KPR ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരിൽ കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും കർഷക പ്രസ്ഥാനത്തിലേക്കും എത്തിച്ചേരുക മാത്രമല്ല, ആ പ്രസ്ഥാനമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രംഗം, തൻ്റെ ഭൂമി അവിടെയാണ് രചിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് സൗവടക്കിൻ്റെ നടത്തിയത്. അനാചാരങ്ങളെ എതിർക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആരോടും ഒരിക്കലും മുഷിയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ആരുടെയും മുഖം കറുത്ത് കാണാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും സാധുവായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മാധവൻ്റെ അമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ കൂടി ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ അതിൽ നിന്ന് തെളിയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് വേളി കഴിഞ്ഞ് 10ാം ദിവസമാണ് ആദ്യമായി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. വേണിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബീറ്റിയുടെ കഥയാണ് പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മറക്കുട പിടിക്കരുത് എന്നുള്ളൊരു നിർബന്ധം വടക്കില്ലത്തിനുണ്ടായിരുന്നു. മറക്കുട പിടിക്കാതെ തന്നെ അന്തർജനം നടന്നു പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് ശ്രീ മാധവൻ്റെ വാക്കുകളിൽ കടമെടുത്ത് പറഞ്ഞാൽ, അച്ഛനത് ആഗ്രഹിച്ചെങ്കിലും അമ്മ ആ മാമൂലുകൾ വിടാൻ ഒരുക്കമില്ലായിരുന്നു. അത് വേണം എന്നമ്മ നിർബന്ധിച്ചപ്പോൾ അച്ഛനവിടെ വഴങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ മറക്കുട പിടിച്ചുകൊണ്ട് തന്നെ പോകണമെന്ന നിർബന്ധത്തിന് അദ്ദേഹം ഒരു എതിർപ്പും പറയാതെ ഒരു മുഷിച്ചിലുമില്ലാതെ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും അദ്ദേഹം ആരുടെയും മുഷിവ് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിരുന്ന വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ മാധവൻ്റെ പേരിട്ടതിനെ കുറിച്ച് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇടയായ ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനാണ് വിഷ്ണു ഭാരതീയനും കെ കേരളീയനും. വിഷ്ണു ഭാരതീയൻ്റെ മക്കളുടെ പേര് അതിൽ പരാമർശിച്ചത് ഞാൻ ഓർക്കുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകനും സരോജിനി നായിഡും, ഈ പേരുകളൊക്കെയാണ് ഭാരതീയൻ. ഭാരതീയൻ്റെ പേര് തന്നെ ഭാരതീയൻ എന്ന് വരുന്നതിലും ചില സാഹചര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോവുകയല്ല. കേരളീയൻ്റെയും ഭാരതീയൻ്റെയും പേരുകൾ അങ്ങനെ വരാം. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ തീച്ചൂളയിൽ വാർത്തെടുത്ത ആ പേരുകളെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹം കൊടുത്തത്. അതുകൊണ്ട് തന്നെ വടക്കില്ലം തൻ്റെ മൂന്നാമത് ജനിച്ച കുട്ടി ആണായപ്പോൾ ആ മകനും അതുപോലെ ഒരു പേരിടണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അമ്മയുടെ മനസ്സിൽ കണ്ട, അമ്മയെ എപ്പോഴും സ്വപ്നത്തിൽ കണ്ട കുടുംബത്തിലെ ഒരു കാരണവരുടെ പേരായ മാധവൻ എന്ന പേരിടണം എന്ന ആ സ്വപ്നത്തിൽ ഉണ്ടായ ആ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധവൻ എന്ന് പേരിട്ടതാണ്. ഇല്ലെങ്കിൽ മിക്കവാറും മാധവൻ പുറച്ചേരി എന്നതിന് പകരം നെഹ്റു പുതുച്ചേരി എന്നോ ഗാന്ധി പുതുച്ചേരി എന്നൊക്കെ പുറച്ചേരി എന്നൊക്കെ നമുക്ക് വിളിക്കേണ്ടി വന്നേ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ മാധവൻ എന്ന് പേരിടാൻ സമ്മതിച്ചു. ഒരിക്കലും തൻ്റെ സഹധർമ്മിണിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സമീപനം അദ്ദേഹം എടുത്തിരുന്നു.
വളരെ രസകരമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാധവൻ ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചപ്പോഴുള്ള എൻ്റെ ആ ഓർമ്മ എങ്ങനെ നീക്കി, ഞാൻ അദ്ദേഹത്തെ അതിൽ കൂടിയൊക്കെ ഒന്ന് വിലയിരുത്തി. എത്രമാത്രം സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അതിലെ ഓരോ സംഭവങ്ങളും. വ്യക്തിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല, ഒരു സമൂഹത്തെ മൊത്തം മാറ്റിയെടുക്കുന്നതിൽ അതിന് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മാത്രം ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരാളിനെയും വേദനിപ്പിക്കാതെ എങ്ങനെ ഇത്തരത്തിലൊരു മനുഷ്യനെ കഴിയാനൊക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. ഒരിക്കലും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത, ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു വടക്കൻ. അതിൽ മാധവൻ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ഇത്രയും ഒരു 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 കൊടിയ വെറും ദാരിദ്ര്യം എന്ന് മാത്രം പറഞ്ഞപ്പോൾ അത്രമാത്രം ക്ലേശിച്ച ഒരു കുടുംബം, അമ്മയുടെ ഒരു സഹനശക്തി കൊണ്ട് മാത്രം പിടിച്ചു നിന്നുപോയ കുറേ മക്കൾ, അവിടെ വീട്ടുപുരയിടത്തിലുള്ളൊരു പ്ലാവിൽ നിന്ന്, പഞ്ചാര പ്ലാവ് എന്നാണ് മാധവൻ കുറിച്ചേക്കുന്നത്, തേൻമരിക്ക പ്ലാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നി. പ്ലാവിൽ നിന്ന് 2 ചക്ക വീണപ്പോൾ ആ ചക്ക, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ചക്കയും മാങ്ങയുമൊക്കെയാണ് പാവപ്പെട്ട എല്ലാവരുടെയും വീടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി നമുക്ക് പ്രകൃതി തരുന്നത്, ഒരു വളവും ചെയ്യാതെ തരുന്നത്. കൽപ്പവൃക്ഷമെന്ന് തെങ്ങിനെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കൽപ്പവൃക്ഷമാണ് ഈ പ്ലാവെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. കാരണം ചക്കയ്ക്കാണ് നമ്മുടെ അടുക്കളയിൽ ദശാവതാരം കൈക്കൊള്ളാൻ കഴിയുന്ന ഏക ഫലം ചക്കയാണ്. അത് അവിയലാവാം, തോരനാവാം, വേറെ വെഴുകുരുട്ടിയാവാം, പല രൂപത്തിൽ എത്ര ഐറ്റം കറി വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരേ ഒരു സാധനം ഈ ചക്കയാണ്. അങ്ങനെയുള്ള ചക്ക വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് അമ്മയും മക്കളും അതെന്താണെന്ന് നോക്കാൻ വേണ്ടി കള്ളം വന്ന് ചക്ക അടത്തിയതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന അച്ഛനെയും വിളിച്ചുകൊണ്ട് മകൻ പ്ലാവിൻ്റെ മുട്ടിൽ പോയി നോക്കിയപ്പോൾ 2 ചക്ക വീണ് കിടന്നു. കള്ളൻ അടത്തിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിൽ വടക്കില്ലത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. അതാണ് എനിക്കത് വായിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ തട്ടിയത്. അത് എന്തായാലും ചക്ക മോഷ്ടിക്കാൻ വന്നവൻ പട്ടിണി കിടന്നുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൻ ചക്ക മോഷ്ടിക്കത്തില്ല, പണമല്ലേ മോഷ്ടിക്കും, അല്ലെങ്കിൽ സ്വർണ്ണമല്ലേ മോഷ്ടിക്കും. ചക്ക മോഷ്ടിക്കാൻ വന്നവൻ എന്തായാലും പട്ടിണി കൊണ്ടായിരിക്കും ചക്ക മോഷ്ടിക്കാൻ വന്നത്. അതുകൊണ്ട് അത് അവൻ എടുത്തോട്ടത്. എന്നിട്ട് അതിലൊരു ന്യായീകരണവും കൂടെ പറയുന്നു. നമ്മൾ പട്ടിണി കിടന്ന് ഒരുപാട് പരിചയമുള്ളവരാണല്ലോ നമ്മളൊക്കെ. അച്ഛനും അമ്മയും മക്കളും പട്ടിണി കിടന്ന് പരിചയമുള്ളവരാണ്. കള്ളന് പട്ടിണി കിടന്ന് പരിചയമില്ലാത്തതുകൊണ്ട് അവൻ മോട്ടിക്ക് വന്നില്ല, അതുകൊണ്ട് അവൻ ചക്ക എടുത്തുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നമുക്കതിനെ എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുന്നത്? എന്നിട്ട് അദ്ദേഹം പ്ലാവിൻ്റെ മൂട്ടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കള്ളൻ ഇവിടെ ആളിവിടെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചക്ക എടുത്തു, ഞങ്ങളൊന്നും പറയത്തില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടും ആരും വരാത്തതുകൊണ്ട് പിന്നെ ചക്ക എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അത് മോഷ്ടിച്ചവന് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല, അതിലൊരു ന്യായം കൂടി കണ്ടെത്തി അവൻ്റെ പട്ടിണി അത്രമാത്രം വലുതാണെന്നും നമ്മൾ പട്ടിണി കിടന്ന് പരിചയിച്ചിട്ടുള്ളവരാണെന്നും പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ വെറും പൂവിട്ട് പൂജിച്ചാൽ പോരാ, ദേവതുല്യമായി അദ്ദേഹത്തെ ആ നിലയിലല്ലാതെ ഒരു മനുഷ്യനും കാണാൻ കഴിയും. അത്രമാത്രം വിശാലമായ മനസ്സോടുകൂടിയ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 1940കളിലും 48ലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. മൊറാഴ സംഭവവുമായി ബന്ധപ്പെട്ട് KPRനെ ആദ്യം തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്ന സമയത്ത് KPRനെ അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്നാളാണ്. അതിനുവേണ്ടി ഒപ്പുശേഖരണം നടത്തി
ഗവൺമെൻറ്റിന് കൊടുക്കാൻ അതിനൊക്കെ പരിശ്രമിച്ചതിനകത്തും വടക്കില്ലം അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആ നിലയിൽ പോകുന്നതാണ്. 54-ൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വരുന്ന സമയത്ത് ഏകാധ്യാപക വിദ്യാലയം മലബാറിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടി ആദ്യം അധികാരത്തിൽ വന്ന മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്ന PT ഭാസ്കരപ്പണിക്കർ നേതൃത്വം നൽകിയ ആ ഡിസ്ട്രിക്ട് ബോർഡ് മലബാറിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത്. ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ മാത്രം. അങ്ങനെ 1001 സ്കൂളുകളാണ് അന്ന് മലബാറിൽ ആരംഭിച്ചത്. അതിലൊന്ന് ഇവിടെ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ പലരുമുണ്ട്. അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു സ്കൂൾ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു സാവടക്കർ. 48-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൽക്കട്ട തെസീസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചു, നെഹ്റു ഗവൺമെൻറ് നിരോധിച്ചു. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് ഏറ്റവും വലിയ ഒരു വിനോദമായിരുന്നു പോലീസിനും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ അന്നത്തെ കോൺഗ്രസ് നടത്തുന്നത്. അതിനവർ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, അത് മലബാറിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എല്ലായിടവും ചെയ്തുകൊണ്ടിരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെ പോലീസിന് പിടിച്ചു കൊടുക്കുക. അങ്ങനെ പിടിച്ചു കൊടുക്കാൻ കഴിയാതെ വരുവാണെങ്കിൽ അവരുമായിട്ട് അടിയുണ്ടാക്കുക. അവരെ തല്ലിക്കഴിയുമ്പോൾ അതിൽ കേസുണ്ടാകുമ്പോൾ പോലീസ് അവരെ പിടിക്കും. അങ്ങനെ 48-ൽ ഒരു സംഭവം ഞാനതിൽ വായിക്കാനിടയായി. അദ്ദേഹത്തെ ഇത്രയും സാധുവായ, എല്ലാവരോടും വളരെ തുല്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ തല്ലുന്നതിനോ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കുന്നതിനോ ഈ പ്രദേശത്ത് ഒരാൾ പോലും, കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ പോലും അവരാരും തയ്യാറായി. അപ്പോൾ ഇദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും വേണം. അതിനുവേണ്ടി വെളിയിൽ നിന്നൊരാളിനെ കൊണ്ടുവന്ന്, ദേശത്തിന് വെളിയിലുള്ള ഒരാളിനെ കൊണ്ടുവന്ന് വടക്കില്ലത്തെ തല്ലിച്ചു. ഇപ്പോഴാണെങ്കിൽ പിന്നെ കൂലിത്തല്ല് ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് രാഷ്ട്രീയക്കാരിൽ മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ പോലും അത്തരത്തിലുള്ള കൂലിക്കാരെ നിർത്തി കൂലിത്തല്ല് നടത്തുന്നവരുടെ കഥകളൊക്കെ എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ വരും. അന്ന് വെളിയിൽ നിന്നൊരാളിനെ കൊണ്ടുവന്ന് വടക്കില്ലത്തെ തല്ലി. വർഷങ്ങൾക്ക് ശേഷം, നിരവധി വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വടക്കില്ലത്തെ കാണാൻ വന്നതിനെ സംബന്ധിച്ച് മകൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഓച്ചാനിച്ച് വടക്കില്ലത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ, ആരാ, എന്തിനാ വന്നതെന്നൊക്കെ ഉള്ളത് വടക്കില്ലം ചോദിക്കുന്നു. അപ്പം അദ്ദേഹം ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ വന്ന ആൾ പറയുന്നത്, ഞാനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ 48-ൽ അദ്ദേഹത്തെ തല്ലിയ ആളാണ് ആ വന്നത്. അയാളുടെ മനസ്താപം, അയാളുടെ പശ്ചാത്താപം, അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തല്ലിയതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം പോലും അയാളെ വേട്ടയാടിയിരുന്ന ആ വിഷമം തീർക്കാൻ വേണ്ടി കാണാൻ വന്നത്. അപ്പം ഞാൻ ആ സംഭവം പറഞ്ഞത്, അതിൽ അദ്ദേഹം ചക്ക മോഷ്ടിച്ചതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തത്വശാസ്ത്രം കണ്ടെത്തി. അവിടെയാണ് ആ മനുഷ്യൻ്റെ മഹത്വം വെളിവാകുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, ആ തല്ലിയ ആളിനോട് വടക്കില്ലം പറഞ്ഞത്, നിങ്ങൾ തല്ലിയതുകൊണ്ട് പിന്നെ പോലീസുകാരെന്നെ തല്ലിയില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല, നിങ്ങളോട് യാതൊരു പകയുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചു. നോക്കിക്കൊണ്ട് അതിന് കണ്ടെത്തില്ല ന്യായം. പോലീസ് തല്ലാതെ, എന്നെ പോലീസുകാർ തല്ലാതിരുന്നതിൻ്റെ കാര്യം നിങ്ങൾ എന്നെ അടിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ തല്ലിയതുകൊണ്ട് പോലീസുകാരെന്നെ തല്ലിയില്ല. പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ആൾ എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സിൻ്റെ ഉടമയെ, ആ മനസ്സിൻ്റെ ഉടമയെ നമ്മൾ എന്താ വിളിക്കുന്നത്? വെറും വടക്കില്ലം എന്ന് മാത്രം പറഞ്ഞു പോയാൽ മതി. യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു വലിയ ജന്മസിദ്ധിയാണ്. ലോകത്തൊരു മനുഷ്യനും ആ നിലയിൽ മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ കഴിയില്ല.
ഒരുപക്ഷെ മഹാത്മജിക്കോ ക്രിസ്തുദേവനോ ശ്രീബുദ്ധനോ അങ്ങനെ ആർക്കെങ്കിലും അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന മനോഭാവമല്ല വടക്കില്ലം ഈ സന്ദർഭത്തിലെല്ലാം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ വിശാലമായ വീക്ഷണമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. കേരളീയൻ അദ്ദേഹത്തെ ചലിക്കുന്ന യന്ത്രം എന്ന് വിളിച്ചിരുന്നു. അത് നിരവധി തവണ പല രീതിയിലും പരാമർശിച്ചിട്ടുള്ളത്. ചലിക്കുന്ന യന്ത്രം എന്ന് പറഞ്ഞാൽ നവീകം വാരികയിൽ ആളിനെ ചേർക്കുകയും കൃഷിക്കാരൻ മാസികയിൽ ആളിനെ ചേർക്കുകയും ചെയ്യുന്നത് തൻ്റെ ഒരു അവകാശമായി കണക്കാക്കി എല്ലാ സ്ഥലങ്ങളിലും കാൽനടയായി എത്തിയിരുന്ന ഒരു വ്യക്തി. ഒന്നുമേ മോഹിച്ചിട്ടില്ല. തനിക്ക് എന്തെങ്കിലും ആവണമെന്നോ തൻ്റെ കുടുംബക്കാർക്ക് എന്തെങ്കിലും ആവണമെന്നോ ഒന്നുമേ മോഹിച്ചിട്ടില്ല. നടക്കുന്നത് മുഴുവൻ ഈ ആശയപ്രചരണത്തിൻ്റെ വക്താവായി ഈ 2 മാസികകളിൽ ആളിനെ ചേർക്കാൻ കഴിയുമെങ്കിൽ അതിനൊരു ബാഗും കക്ഷത്തിടുക്കി അതുമായിട്ട് എല്ലായിടവും പോയി ആളിനെ ചേർക്കുന്ന ഒറ്റ ജോലി മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതൊരു വല്ലാത്ത തപസ്യയായിരുന്നു. അങ്ങനെ ആശയപ്രചരണത്തിന് വേണ്ടി നീക്കിവെച്ച ജീവിതം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ കണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിന് ദുരഭിമാന ബോധം ഈ ഇല്ലത്ത് ജനിച്ച അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് വരുന്ന വസ്തുവകകളുടെ ഉടമസ്ഥനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലൊന്നും ഒരിക്കലും ആ ഒരു മോഹം, ആ ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ 4 അയലോകത്തൂടെ പോലും പോയിട്ടില്ല. അതിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ധാരാളമായി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പാർട്ടിയായി നിന്നതിനകത്തും ചില ഘടകങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ വരുന്നവരെല്ലാം ആ നിലയിൽ കാണുന്നവരും കൂടിയാണ്. ഒരു ഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ മലബാറിലെ ആയാലും തിരുവിതാംകൂറിലെ ആയാലും തിരുക്കൊച്ചി മേഖലയിൽ നിന്നായാലും ഒരുപാട് സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ധാരാളം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. EMS എളംകുളം മലയ്ക്കിലെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമി തൻ്റെ വീതം പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോന്നതാണ്. ഏറ്റവും വലിയ സാമൂഹ്യ പരിവർത്തനം നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ച EMS അങ്ങനെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായി. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം. നമ്മുടെ ഉണ്ണിരാജാണ്. നിങ്ങൾക്ക് ഉണ്ണിരാജയെ സംബന്ധിച്ചറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുന്നംകുളത്തെ ചിറ്റഞ്ഞൂർ കോവിലകത്തിലെ ഇളമുറ തമ്പുരാനാണ് ഉണ്ണിരാജ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രവിരാജ ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ആ കുടുംബത്തിലെ കോവിലകത്തിൻ്റെ നടത്തിപ്പ് നടന്നു പോരുമായിരുന്നെങ്കിൽ അവിടുത്തെ അവസാനത്തെ ഭരണക്കാരനായിട്ട് വരേണ്ടുന്ന ആളായിരുന്നു ഈ രവി ശർമ്മ രാജ. ആ കോവിലകം വിട്ട് പാർട്ടി പ്രവർത്തനമായിട്ട് പോകുന്നതാണ്. ടി.വി. തോമസ് ആലപ്പുഴയിലെ മാളിക വീടിൻ്റെ പുറത്തു നിന്നാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പോലും അവിടെ നിന്നുകൊണ്ടാണ് TV കാണുന്നത്. എത്രയോ സമ്പന്നമായ ക്രിസ്ത്യൻ കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ടി.വി. തോമസ്. ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഹെക്ടർ കണക്കിന് വസ്തുവകകളുള്ള ഒരു ജന്മി കുടുംബത്തിലെ അംഗമായിരുന്നു P.T. കുന്നൂസ്. എണ്ണക്കാട്ട് കൊട്ടാരത്തിലെ അംഗമായിരുന്നു ശങ്കരനാരായണൻ തമ്പി സാറിനെ കുറിച്ചും നിങ്ങൾ കേട്ടാണ്, കേരളത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ. നിരവധി ആളുകൾ അത്തരത്തിൽ AKG ഉൾപ്പെടെ നിരവധി ആളുകൾ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരാരും ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉദരപൂരകത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടില്ല. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് സേവനമായിരുന്നു. അത് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സേവനം മാത്രമാണ് അവരെല്ലാവരും നടത്തിയിട്ടുള്ളത്. ചില പെറ്റി ബൂർഷ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അത്തരം ആളുകളെ, കുറച്ചാളുകളെയെങ്കിലും താത്വികമായി പ്രത്യയശാസ്ത്രപരമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ആളുകൾ വളരെയേറെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു പേരെങ്കിലും ആ പ്രത്യയശാസ്ത്രപരമായി
അതിനോട് യോജിച്ചു പോകാൻ കഴിയാതെ പിന്നെയും മടിച്ചു നിൽക്കുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയിൽ പണ്ട് ഡീക്ലാസിഫിക്കേഷൻ എന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഡീക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെറ്റി ബൂർഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളെ തൊഴിലാളി വർഗത്തിൻ്റെ സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഡീക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുക, ചായ വാങ്ങിപ്പിക്കുക, അവരുടെ മനസ്സിലെ ആ ഒരു കോംപ്ലക്സ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ ഇതൊക്കെ ചെയ്യാനുള്ള ആളാണോ എന്നുള്ള തോന്നൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ് ആ ഡീക്ലാസിഫിക്കേഷൻ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അതൊക്കെ ചെയ്യാൻ പോയാൽ അവരുടെ ഒരു കാതിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് അതൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നിർബന്ധമായിട്ടും ആ നിലയിലൊക്കെ ചെയ്തിരുന്നു. പല നേതാക്കന്മാരും ആ നിലയിലേക്ക്. പക്ഷെ അതൊക്കെ ചിലരുടെ മനസ്സിലുള്ള ദുരഭിമാന ബോധത്തെ മാറ്റുന്നതിന് വേണ്ടി ചെയ്തിരുന്ന പ്രക്രിയയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ദുരഭിമാന ബോധവുമില്ലാത്ത സ്ഫടികം പോലെ സുതാര്യമായ തെളിമയാർന്ന മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു സവടക്കൽ. ഞാൻ മാധവൻ എഴുതിയ പുസ്തകത്തിൽ, അമ്മയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഒരു രംഗം, നമ്മുടെ ഒന്നും കുടുംബത്തിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ നമ്മളൊന്നും അദ്ദേഹത്തിൻ്റെ 100 അയൽവക്കത്ത്, 4 അയൽവക്കത്തല്ല 100 അയൽവക്കത്ത് പോലും ചെല്ലാൻ യോഗ്യരല്ലാത്തത് കൊണ്ട് നമുക്കത് തോന്നിപ്പോകും. വീട്ടിൽ പിന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി, വടക്കില്ലത്തെ കാണുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരോടിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുക. 1-2 പേരൊക്കെ ആകുമ്പോൾ ചായയ്ക്ക് വേണ്ടി പറയുക. ആ ചായയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് പിന്നെയും ആരെങ്കിലും കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ചായയ്ക്ക് പറയുക. കുറേ നേരം കഴിഞ്ഞിട്ടും ചായ കിട്ടാതെ വരുമ്പോൾ അകത്ത് പോയി ചായ എടുക്കാത്ത എന്താണെന്ന് നോക്കാനായിട്ട് അകത്ത് ചെല്ലുമ്പോഴായിരിക്കും കരയുന്ന അമ്മയെ, കരയുന്ന തൻ്റെ സ്വന്തം അന്തർജനത്തെ കാണും. കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതയുണ്ട് ചായ. അതുപോലെയാണ്. പാലില്ല, പഞ്ചസാരയില്ല, തേയിലപ്പൊടിയില്ല, ഒന്നുമില്ലാതെ വിലപിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് വടക്കില്ലത്തിന് തിരിച്ചു പോരുന്നു. അപ്പം അന്തർജനത്തോട്, ഭാര്യയോട് ചോദിക്കുന്നത്, എന്നാൽ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ആ ഭാഗം പറയുന്നതിന് വേണ്ടിയല്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹം മുൻപിൽ തന്നെ കാണാൻ വന്നിരിക്കുന്നവരോട്, അവർക്ക് വേണ്ടിയാണല്ലോ ചായയ്ക്ക് വേണ്ടി പറഞ്ഞത്, അവരോട് പറയും, ചായയും പാലും പഞ്ചസാരയും തേയിലപ്പൊടിയൊന്നും ഇല്ല, അതുകൊണ്ട് ചായയില്ല, നമുക്ക് പോകാം. ആ പറയുന്നതിന് യാതൊരു മടിയുമില്ല. മറച്ചു വെച്ച് ഇപ്പം എന്നാൽ പിന്നെ പുറത്തോട്ട് പോയി നമുക്ക് ചായ കുടിക്കണം അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഇല്ല, അത്ര അതുള്ള കാര്യം തുറന്ന് അതുപോലെ പറയാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ അത് ആ സുതാര്യത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്കല്ലാതെ ആ നിലയിൽ ഒരിക്കലും പറയാൻ കഴിയില്ല. അതാണ് ദുരഭിമാന ബോധം എന്നത്. അദ്ദേഹത്തിൻ്റെ 4 അയലോക്കത്തുകൂടെ പോലും പോയിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തും തുറന്നു പറയുക. തന്നെ കാണാൻ വരുന്ന തൻ്റെ സഖാക്കളോട്, തൻ്റെ സഹപ്രവർത്തകരോട്, തൻ്റെ നാട്ടുകാരോട് ഉള്ള കാര്യം തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ലാത്ത വിശാല മനസ്കരായ ഒരു കമ്മ്യൂണിസ്റ്റിനെയാണ് വടക്കില്ലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഒരു തലമുറയോടെ കഴിഞ്ഞാൽ നമുക്കാർക്കും വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. അങ്ങനെ ഒരാളിന് ജീവിക്കാൻ കഴിയുമോ? എല്ലാം സ്വന്തം നാടിന് വേണ്ടി ആ നിലയിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങ് പോവുക. എവിടെയായാലും മലബാറിൻ്റെ ഏത് മേഖലയിലും കൃഷിക്കാരൻ മാസികയിൽ ആളിനെ ചേർക്കാനും നവൈകം വാരികയിൽ ആളിനെ ചേർക്കുന്നതിനും വേണ്ടി അങ്ങനെ നടന്ന് പ്രവർത്തിക്കുന്ന, ബസ്സിലോ ട്രെയിനിലോ കയറുന്നത് തന്നെ വളരെ വളരെ അപൂർവമായി. ബാക്കിയെല്ലാം നടന്നു തന്നെ പോകും. തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയ പ്രചാരണമാണ് എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ, ഒരു കമ്മ്യൂണിസ്റ്റ്. അതിനുവേണ്ടി നീക്കിവെച്ച ആ സമയം മുഴുവനും പൂർണ്ണമായിട്ടും ആ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന് നമ്മുടെ നാട് യഥാർത്ഥത്തിൽ ഈ പുറച്ചേരി എന്ന് പറയുന്ന പ്രദേശം ധന്യമാവുന്നത് വടക്കില്ലത്തിൻ്റെ ജന്മം കൊണ്ട് ധന്യമായതാണ് ഈ പ്രദേശം എന്ന് പറയാതിരിക്കുന്നത്. അത്രമാത്രം ധന്യമായ ഒരു ജീവിതമായിരുന്നു വടക്കില്ലത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയും ദയ, കരുണ, ആ ഒരു സ്നേഹം
ഇതല്ലാതെ വേറൊന്നും കൈമുതലില്ലാത്ത ഒരു മനുഷ്യൻ. ആരോടും, മക്കളോടും അതേ ഉള്ളൂ, നാട്ടുകാരോടും അതേ ഉള്ളൂ, എല്ലാവരോടും ഒരുപോലെ ഇവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ കുടുംബത്തിന് വേണ്ടിയല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ. ഒരു സ്ഥാനം മോഹിച്ചിട്ടില്ല, ഒരു പദവിയും തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഒന്നുമേ ഇച്ഛിക്കാതെ നിസ്വവർഗത്തിൻ്റെ പ്രവർത്തകരായി അങ്ങനെ പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ ആ ജീവിതത്തിന് ഇങ്ങനെ ഒരു സ്മാരക അവാർഡ് ഒക്കെ ഏർപ്പെടുത്തുമ്പോൾ ഈ കുടുംബാംഗങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കത്തക്ക നിലയിൽ ഒരു അവാർഡ് ഏർപ്പെടുത്താനും ഓരോ വർഷവും വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ അവാർഡ് കൊടുക്കുന്നതിനും എടുത്ത തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രശംസിക്കുന്നു. ശ്രീ അമ്പലത്തറ കുഞ്ഞേഷനാണ് ഇത്തവണത്തെ അവാർഡ് കൊടുക്കുന്നത്. ഇവിടെ സമാധാനം തന്നെ അമ്പലത്തറയെ കുറിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾ 2-3 തവണ കണ്ടുമുട്ടിയത് മുഴുവൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെ സമരത്തിൽ വെച്ച്. എൻഡോസൾഫാൻ സമരവുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം ജീവിതം നയിച്ച ഒരാളാണ് അമ്പലത്തറ. ആ സമരത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഉണ്ട്. ഇപ്പം അവസാനത്തത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ കണ്ട, സ്വന്തം ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെച്ച അമ്പലത്തറയ്ക്ക് തന്നെ വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ പേരിലുള്ള ഈ അവാർഡ് നൽകുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമായി മാത്രം ഞാനതിനെ കാണുന്നു. മലബാറിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടാണ് അത് കൊടുക്കുന്നത്. എല്ലാവരെയും സാക്ഷി നിർത്തി ആ സ്മാരകം കൊടുക്കുമ്പോൾ ഈ വേള ഒരു വലിയ ധന്യമുഹൂർത്തമായി മാറുന്നു എന്ന സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്രം ഞാൻ രേഖപ്പെടുത്തിട്ട്, വടക്കില്ലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ മൂശയിൽ തീർത്ത നിരവധി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആ സന്ദർഭത്തിലാണ് മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഇത്തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. എന്നും താൻ സ്നേഹിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി, താൻ സ്നേഹിച്ച തത്വശാസ്ത്രത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള വടക്കില്ലത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും. അതിനൊരിക്കലും മരണമില്ല. അത് ആർക്കും മറക്കാൻ കഴിയില്ല, മായ്ക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.